എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 142, 143, 144 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 3 ശ്ലോകങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള വൃത്തങ്ങളാണ്. അതിൽ 142ാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ വിയോഗിനി വൃത്തവും 143ാമത്തെ ശ്ലോകത്തിൽ സന്തതിലക വൃത്തവും 144ാമത്തേതിൽ മാലിനി വൃത്തവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 3 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ ഒരു സർഗം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. 11ാമത്തെ സർഗം കഴിഞ്ഞു. ഇനി 12ാമത്തെ സർഗം ആരംഭിക്കും അടുത്ത ദിവസം. അത് പൂർണ്ണമാക്കിയിട്ടില്ല, അത് പകുതിക്ക് വെച്ച് നിർത്തി കവി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്താണ് അതിന് കാരണം എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങളെ കൊണ്ട് കവിയുടെ മരണം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ അത് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും വർണ്ണന പകുതിക്ക് വെച്ച് 12ാമത്തെ സർഗത്തിൽ തീരണതായിട്ടാണ് കാണുക. ഇന്ന് ഈ അവസാനത്തെ 11ാമത്തെ സർഗത്തിലെ അവസാനത്തെ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യം 142ാമത്തെ ശ്ലോകം നോക്കാം. പരിപാലയതി ത്വയി ത്രിലോകീം അധുനാ നിസ്സമരസ്യ വൃത്രശത്രോഃ ഭവതി ജ്വലദുഗ്രശസ്ത്രജാലാ പൃതനാ കേവലമാധിപത്യചിഹ്നം. ആദ്യം പദച്ഛേദം പറയാം. പരിപാലയതി ത്വയി ത്രിലോകീം അധുനാ നിസ്സമരസ്യ വൃത്രശത്രോഃ ഭവതി ജ്വലദുഗ്രശസ്ത്രജാലാ പൃതനാ കേവലം ആധിപത്യചിഹ്നം. ഈ ഒരു ശ്ലോകത്തിലും അതിഥിയുടെ വാക്കുകൾ തന്നെയാണ്. ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് പറയണ വാക്കുകളാണിത്. ത്വയി ത്രിലോകീം പരിപാലയതി സതി. ത്വയി അങ്ങയാൽ, അല്ലെങ്കിൽ അങ്ങ് ഈ 3 ലോകങ്ങളെയും, ഭൂമി, പാതാളം, സ്വർഗലോകം, 3 ലോകങ്ങളെയും പരിപാലിക്കുമ്പോൾ, അങ്ങയുടെ പരിപാലനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ത്വയി ത്രിലോകീം പരിപാലയതി സതി അധുന, അങ്ങനെ അങ്ങയുടെ പരിപാലനമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അധുന നിസ്സമരസ്യ വൃത്രശത്രോഃ. നിസ്സമരഃ, നിസ്സമരം എന്ന് പറഞ്ഞാൽ സമരം ചെയ്യേണ്ടി വരാത്തവനായ. സമരം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. യുദ്ധമൊന്നും ചെയ്യേണ്ടി വരുന്നില്ല ആർക്ക്? ഇന്ദ്രന്. ഇന്ദ്രൻ എന്നുള്ളതിന് വൃത്രശത്രു എന്നാണ് പറയണത്. വൃത്രാസുരനെ വധിച്ചവൻ ഇന്ദ്രൻ. ദേവേന്ദ്രന് ഇപ്പോൾ ആരുമായിട്ടും യുദ്ധം ചെയ്യേണ്ടി വരുന്നില്ല. അതിന് കാരണം എന്താ? ഭഗവാന്റെ പരിപാലനം ഇവിടെ നടക്കുകയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട്, അതായത് ഭഗവാന്റെ പരിപാലനത്തിനെ വെന്നുകൊണ്ടൊരു ശത്രുവിനും സ്വർഗലോകത്തിലേക്ക് എന്നല്ല ഒരു ദിക്കിലേക്കും പ്രാപിക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് വൃത്രശത്രുവായിട്ടുള്ള ദേവേന്ദ്രൻ യുദ്ധമൊന്നും ചെയ്യാൻ്റെ സമാധാനത്തോടു കൂടിയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നിസ്സമരസ്യ വൃത്രശത്രോഹോ. മറ്റ് യുദ്ധങ്ങളിലൊന്നും ഏർപ്പെടേണ്ടി വരാത്തവനായിട്ടുള്ള ഇന്ദ്രന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇന്ദ്രൻ്റെ കയ്യിലുള്ള സൈന്യമൊക്കെ എന്തിനാണ്? അതാണ് അതിഥി ദേവി പറയണത്. ജ്വലദുഗ്രശസ്ത്രജാല പൃതന കേവലം ആധിപത്യചിഹ്നം ഭവതി. ഇന്ദ്രൻ്റെ കയ്യിലെ വലിയ സൈന്യമുണ്ട്. ആ സൈന്യം ദേവസേന. ആ ദേവസേന എന്തിനാണ്? എങ്ങനെയുള്ളതാണ് ദേവസേന? ജ്വലദ് ഉഗ്ര ശസ്ത്രജാല, ജ്വലിച്ചു നിൽക്കുന്നതായ ഉഗ്രപ്രഹരശേഷിയുള്ളതായിട്ടുള്ള ശസ്ത്രങ്ങൾ, ആയുധങ്ങളോടുകൂടിയ ശസ്ത്രജാലങ്ങൾ. ജാലം എന്ന് പറഞ്ഞാൽ സമൂഹം. പലതരത്തിലുള്ള ആയുധങ്ങൾ, വജ്രം പോലെയുള്ളത്, അതുപോലെ അമ്പ്, വില്ല്, വാള്, ഗദ തുടങ്ങിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളുണ്ടോ അതൊക്കെ പ്രയോഗിക്കാൻ സമർത്ഥന്മാരായിട്ടുള്ള വലിയൊരു സൈന്യം തന്നെ ദേവേന്ദ്രനുണ്ട്. അതാണ് ദേവസേന. ദേവസേന ആ സൈന്യങ്ങളൊക്കെ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. അതാണ് ഇവിടെ പറയണത്. ജ്വലദുഗ്രശസ്ത്രജാല പൃതന കേവലം. ആ സൈന്യം ഇപ്പോൾ എന്തായി തീർന്നിരിക്കുന്നു? കേവലം ആധിപത്യചിഹ്നം ഭവതി. ആധിപത്യത്തെ കാണിക്കുന്ന, അതായത് ഇന്ദ്രൻ്റെ ആ ഇന്ദ്രത്വം, ഇന്ദ്രപദവിയെ കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള വലിയൊരു സൈന്യം. ഇത്ര വലിയൊരു സൈന്യം, ഇത്ര ആന, ഇത്ര കുതിര, പ്രത്യേകിച്ച് ഐരാവതത്തിനെ പോലെയുള്ള ആനകൾ, ഈ സൈന്യങ്ങൾ മുഴുവനും തന്നെ ഇന്ദ്രൻ ഇപ്പോൾ സ്വന്തമാക്കി വച്ചിരിക്കുന്നത് പദവി കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ആ സൈന്യങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ എൻ്റെ മകന് ഇന്ദ്രന് വരുന്നേയില്ല. അതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെയാണ് എന്ന് അതിഥി ദേവി പറയുകയാണ്. അതാണ്
ഇപ്പോൾ കേവലം ആധിപത്യ ചിഹ്നം മാത്രമായിട്ട് ഈ സൈന്യം അവശേഷിച്ചുവല്ലോ എന്നർത്ഥം. നമുക്ക് 143 ശ്ലോകം നോക്കാം. ഇത്യാദിഭിസ്തുതിശതൈ ശ്രവണാഭിരാമൈ സന്തോഷ്യ ദാനവരിപും ജനനീ സുരാണാം ആഘ്രായ മൂർധനി മുഹുഃ പരിരഭ്യ ഗാഢം ആനന്ദമഗ്നഹൃദയാ ന കിമപ്യജാനാത്. ആദ്യം പദച്ഛേദം പറയാം. ഇതി ആദിഭി സ്തുതിശതൈ ശ്രവണാഭിരാമൈ സന്തോഷ്യ ദാനവരിപും ജനനീ സുരാണാം ആഘ്രായ മൂർധനി മുഹുഃ പരിരഭ്യ ഗാഢം ആനന്ദമഗ്നഹൃദയാ ന കിമപി അജാനാത്. ഇവിടെ അതിഥിയുടെ ഒരവസ്ഥ, സന്തോഷപൂർണമായിട്ടുള്ളൊരവസ്ഥ വർണ്ണിക്കുകയാണ്. സുരാണാം ജനനീ ഇത്യാദിഭി ശ്രവണാഭിരാമൈ സ്തുതിശതൈ. സുരാണാം ജനനീ, ഇപ്രകാരം ഈ പറഞ്ഞ രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ പറഞ്ഞതായിട്ടുള്ള ശ്ലോകങ്ങൾ, മുമ്പ് പറഞ്ഞിട്ടുള്ളതായ ശ്ലോകങ്ങളിൽ കൂടെയൊക്കെ അതിഥി ദേവി തൻ്റെ പുത്രനായിരുന്നു എങ്കിലും ഏറ്റവും അഭിവന്ദ്യനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനോട്, ശ്രീകൃഷ്ണനോട് പറഞ്ഞതാണിവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള ആ അതിഥി, അതാണ് സുരാണാം ജനനി, ദേവന്മാരുടെ അമ്മയായിട്ടുള്ള അതിഥി ദേവി ഇത്യാദിഭി, ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ളതായ ശ്രവണാഭിരാമൈഹി സ്തുതിശതൈഹി, ശ്രവണാഭിരാമം കേൾക്കാൻ ഇമ്പമുള്ളതും സത്യമായിട്ടുള്ളതുമായ സ്തുതിശതങ്ങളെ കൊണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്തുതികളെ കൊണ്ട് ദാനവരിപും സന്തോഷ്യ, ദാനവരിപുവിനെ, ദാനവന്മാരുടെ രിപു എന്നുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്, ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിച്ചിട്ട് മൂർധനി ആഘ്രായ, മൂർധാവിൽ ചുംബിച്ചിട്ട്. മൂർധാവിൽ ചുംബിക്കുക സാധാരണ മക്കളെയാണ്. അച്ഛനമ്മമാർ മൂർധാവിലാണ് ഘ്രാണിക്കുക, അല്ലെങ്കിൽ ആശ്ലേഷിച്ച് ഉമ്മ വയ്ക്കുക. നെറുകയിൽ ചുംബിക്കുക എന്നുള്ളത് അച്ഛനമ്മമാർ ചെയ്യണതാണ് മക്കളെ. ഇവിടെ അമ്മ തന്നെയാണല്ലോ. വാമനാവതാരത്തിൽ അതിഥിയുടെ പുത്രനായിട്ട് ഭഗവാൻ വന്നു എന്നുള്ളത് കൊണ്ട് പുത്രൻ തന്നെയാണ്. ഇപ്പോൾ ഭഗവാൻ വേറെ ഒരാളായിട്ട് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ഭൂമിയിൽ അവതരിച്ചുവെങ്കിലും ഒരു കാലത്ത് തൻ്റെ പുത്രനായിട്ട് വന്നുവല്ലോ എന്നുള്ള ആ ഒരു സ്നേഹവും അതിനേക്കാൾ എത്രയോ ഇരട്ടി ബഹുമാനവും കാണിച്ചുകൊണ്ട് തന്നെ, പ്രദർശിപ്പിച്ചുകൊണ്ട്, കാണിക്കാനല്ല, ആ ബഹുമാനവും ഒക്കെ ഉള്ളിലുള്ള ആ അതിഥി ദേവി ഭഗവാനെ ഒന്ന് പിടിച്ചുകൂട്ടി ഉമ്മ വച്ചു. അതാണ് നെറുകയിൽ ഉമ്മ വച്ചിട്ട് മൂർധനി ആഘ്രായ മുഹു, പലതവണ അങ്ങനെ ഉമ്മ വെച്ചു. ആ വാസന ഉള്ളിലേക്ക് എടുക്കുകയാണ്. അതാണ് ഘ്രാണനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഗാഠം പരിരഭ്യ, മകനെ ഒന്നുകൂടി അമർത്തി കെട്ടിപ്പിടിച്ചിട്ട് ആനന്ദമഗ്നഹൃദയ കിമപി ന അജാനാത്, ആനന്ദത്തിൽ മുങ്ങിയ മനസ്സോടുകൂടിയവളായിട്ട് അങ്ങനെ നിന്നു. ഒന്നും കുറച്ച് നേരത്തേക്ക് അറിഞ്ഞില്ല. ആ ഒരു സുഖം കൊണ്ട് മറ്റ് ലൗകികമായിട്ടുള്ള, മറ്റ് ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ പോലും മറന്നു. കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു ബ്രഹ്മാനന്ദത്തിൻ്റെ ആ ലയത്തിലേക്ക് അതിഥി ദേവി മാറിപ്പോയി. മകനെ ഒന്നുകൂടി കെട്ടിപ്പിടിക്കാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ, ബാക്കി ആർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യമാണ് അതിഥി ആ സ്വർഗ്ഗലോകത്തിൽ വച്ചിട്ട്, ആ സഭയിൽ വച്ചിട്ട് ഭഗവാനെ കെട്ടിപ്പുണരുന്നതിലൂടെ ചെയ്തത്. നമുക്ക് ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 144 ശ്ലോകം കൂടി നോക്കാം. അഥ സയദുകുലേന്ദുർഹൃദ്യയാ രൂപലക്ഷ്മ്യാ സുരപുരവനിതാനാം പ്രീണയന്നീക്ഷണാനി അതിഥിശതമഖഭ്യാമാദരാദർത്ഥ്യമാന സഹസരസിരുഹാക്ഷ്യാസ്തദ്ദിനം തത്ര നിന്യേ. ആദ്യം പദച്ഛേദം പറയാം. അഥ സ യദുകുലേന്ദു ഹൃദ്യയാ രൂപലക്ഷ്മ്യാ സുരപുരവനിതാനാം പ്രീണയൻ ഈക്ഷണാനി അതിഥി ശതമഖാഭ്യാം ആദരാത് അർത്ഥ്യമാന സഹ സരസിരുഹാക്ഷ്യാ തദ്ദിനം തത്ര നിന്യേ. ഇവിടെ ശ്ലോകത്തിൽ സഹ സരസിരുഹാക്ഷ്യാ തദ്ദിനം തത്ര എന്നുള്ളത് ഒരുമിച്ചൊരു വാക്ക് പോലെയാണ് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത്. അതൊക്കെ വെവ്വേറെ വാക്കുകളാണ്. സഹ എന്നുള്ളതൊരു വാക്ക്, സരസിരുഹാക്ഷ്യ എന്നുള്ളത് വേറൊരു വാക്ക്, തദ് ദിനം തത്ര എന്നുള്ളത് വേണമെങ്കിൽ ചേർത്ത് പറയാം. തത് ദിനം തത്ര എന്നുള്ളത് കൂട്ടിച്ചേർത്ത് കൊണ്ടൊരു ഒറ്റ വാക്കായിട്ട് പറയാം. ബാക്കിയുള്ളതൊക്കെ വെവ്വേറെ വാക്കുകളാണ്.
ടൈപ്പ് ചെയ്തപ്പോൾ വന്ന എന്തോ ചെറിയ തകരാറാണ്. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അവസാനിപ്പിക്കുകയാണ് ഈ സർഗം. അഥ അനന്തരം, അങ്ങനെ അമ്മയുടെ പരിരംഭണം, അതിഥിദേവിയുടെ പരിരംഭണമൊക്കെ കിട്ടിയതിന് ശേഷം സ യദുകുലേന്ദു, ആ യദുകുലത്തിന് ചന്ദ്രനായി വർത്തിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു? ഹൃദ്യയാ രൂപലക്ഷ്മിയ, തൻ്റെ സുന്ദരമായിട്ടുള്ള രൂപം കൊണ്ട്, ഹൃദ്യമായിട്ടുള്ള രൂപലക്ഷ്മിയ, ഭഗവാന്റെ രൂപത്തിനെ തന്നെയാണ് അങ്ങനെ വർണ്ണിച്ചത്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമ്പത്ത്, സുഷ്ഠുവായിട്ടുള്ള സൗഷ്ഠവത്തോടു കൂടിയിട്ടുള്ള രൂപം, കണ്ണിൻ്റെ വലിപ്പം, മൂക്കിൻ്റെ വലിപ്പം, അതിൻ്റെ ചേർച്ച, മുഖത്തിൻ്റെ സൗന്ദര്യം, തലമുടിയുടെ സൗന്ദര്യം, ഉയരം, നിറം, എല്ലാം കൊണ്ടും ആകർഷണം തോന്നിക്കുന്ന ഒരു രൂപം, അതാണ് ഭഗവാന്റെ രൂപം. അതുകൊണ്ടാണ് ആ രൂപത്തിനെ രൂപലക്ഷ്മി എന്ന് തന്നെ സുകുമാരകവി എടുത്ത് വിശേഷിപ്പിച്ചത്. അത്ര സുന്ദരമായിട്ടുള്ള രൂപം കൊണ്ട് സുരപുര വനിതാനാം ഈക്ഷണാനി പ്രീണയൻ, ആ സുരപുരത്തിലെ സ്വർഗലോകത്തിലെ സുന്ദരിമാരായിട്ടുള്ള ജനങ്ങൾ, സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ, അതായത് അപ്സരസുകൾ, അതാണ് സുരപുര വനിതാനാം. അവരുടെ മുഴുവനും കണ്ണുകളെ തന്നിലേക്ക് ആകർഷിച്ചിട്ട്, അവരുടെ കണ്ണുകളെയൊക്കെ ഇങ്ങനെ ഏത് സമയവും തന്നിലേക്ക് ആകർഷിപ്പിച്ചിട്ട്, അവരെ കൊണ്ട് നോക്കാൻ പ്രേരിപ്പിച്ചിട്ട് എന്നൊക്കെ അർത്ഥം. അതാണ് ഈക്ഷണാനി പ്രീണയൻ. അവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീജനങ്ങളും ഭഗവാനെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ നോക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടും മാത്രമല്ല, അതിഥി ശതമഖാഭ്യാം ആദരാദർത്ഥ്യമാന, അതിഥിയാലും ശതമഖനാലും, അതായത് അമ്മയായിട്ടുള്ള അതിഥി അതുപോലെ തന്നെ ഇന്ദ്രൻ, അവർ രണ്ടുപേരും എന്തു ചെയ്തു? ആദരാദർത്ഥ്യമാന, വളരെ ആദരപൂർവകം ഭഗവാനോട് അഭ്യർത്ഥിച്ചു. എന്താണ് അഭ്യർത്ഥിച്ചത്? ഇന്ന് പോണ്ട, അവിടെ നിൽക്കാം എന്ന്. അതാണ് അവരുടെ ആ അർത്ഥന കേട്ടുകൊണ്ട്, അവരുടെ ആ പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ട് സരസിരുഹാക്ഷ്യാ സഹ, സരസിരുഹാക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യഭാമയോട് കൂടിയിട്ടാണല്ലോ സ്വർഗലോകത്തിലേക്ക് പോയത്. ആ സത്യഭാമയോട് കൂടിയിട്ട് തത്ര, അവിടെ സ്വർഗലോകത്തിൽ, തദ്ദിനം, ആ ചെന്ന ദിവസം നിന്നെ കഴിച്ചു കൂട്ടാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവർ കാര്യമായിട്ട് ക്ഷണിച്ചു, ഇവിടെ നിന്ന് കൂടാമെന്ന് വളരെ ആദരവോട് കൂടിയിട്ട് അഭ്യർത്ഥിച്ചു. അത് കേട്ടിട്ട് ശ്രീകൃഷ്ണനും സത്യഭാമയും അന്നത്തെ ദിവസം സ്വർഗത്തിൽ കൂടാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം സുകുമാരകവി അവസാനിപ്പിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. പരിപാലയതി ത്വയി ത്രിലോകീമധുനാ നിസ്സമരസ്യ വൃത്രശത്രോഃ ഭവതി ജ്വലദുഗ്രശസ്ത്രജാലാ പ്രതനാ കേവലമാധിപത്യചിഹ്നം ഇത്യാദിഭിസ്തുതിശതൈശ്രവണാഭിരാമൈः സന്തോഷ്യദാനവരിപും ജനനീസുരാണാം ആഘ്രായ മൂർധനി മുഹുഃ പരിരഭ്യ ഗാഢം ആനന്ദമഗ്നഹൃദയാ ന കിമപ്യജാനാത് അഥ സ യദുകുലേന്ദുർഹൃദ്യയാ രൂപലക്ഷ്മ്യാ സുരപുരവനിതാനാം പ്രീണയന്നീക്ഷണാനി അതിഥിശതമഘാഭ്യാമാദരാദർത്ഥ്യമാന സഹ സരസിരുഹാക്ഷ്യാ തദ്ദിനം തത്ര നിന്യേ. അത് കഴിഞ്ഞിട്ടുണ്ടാവാൻ പോണ വലിയൊരു പ്രശ്നം നമുക്കറിയാം. അവിടെ വച്ചിട്ട് നന്ദനവനത്തിലുള്ളതായിട്ടുള്ള കൽപ്പവൃക്ഷത്തിനെ പറ്റിയിട്ടുള്ളൊരു ചർച്ച അല്ലെങ്കിൽ ഒരു ചെറിയ യുദ്ധം അവിടെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതിനെ സുകുമാരകവി എങ്ങനെയാണ് വർണ്ണിക്കുന്നത് എന്നുള്ളതൊക്കെ 12ാമത്തെ സർഗത്തിലാണ് നമ്മൾ കാണാൻ പോണത്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഈ ഒരു സർഗം മുഴുവനും തന്നെ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.